Hello everyone, welcome to my channel Green Nakshatra Tarot. Friends, ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. പിന്നെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്ത് വിഷുക്കൈ നീട്ടമാണ് പ്രപഞ്ചം തരുന്നത്? അപ്പോൾ എന്താണ് പ്രപഞ്ചം നിങ്ങൾക്ക് ആസ് എ വിഷുക്കൈ നീട്ടം തരുന്നത്? അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ്. ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെല്ലാവരും അതിനെ കാണുന്നുണ്ട്. എനിക്ക് കുറേ വ്യൂവേഴ്സും കിട്ടുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ 2 പൈൽസാണുള്ളത്. ഒന്ന് റെഡ് ജാസ്പർ ഫസ്റ്റ് പൈൽ, ഇത് റോസ് കോട്ട്സ് സെക്കൻഡ് പൈൽസ്. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കിടക്കാം, റീഡിങ്ങിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് പൈൽ റെഡ് ജാസ്പർ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് വിഷുക്കൈ നീട്ടമായിട്ട് എന്താണ് യൂണിവേഴ്സ് തരണത് എന്ന് നോക്കാം. ഓക്കെ, പ്രപഞ്ചം എന്താണ് നിങ്ങൾക്ക് ആസ് എ വിഷുക്കൈ നീട്ടം തരണത് എന്ന് നോക്കാം. ഓക്കെ, ഒരു ട്രാൻസ്ഫോർമേഷൻ മീൻസ് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മീൻസ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് ഇതിൽ കാണിക്കുന്നത്. മീൻസ് നിങ്ങളുടെ ഫയർ എനർജി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മീൻസ് അത് നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുക ഇൻ ദ സെൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്, അതിന് നിങ്ങൾക്കൊരു ഫയറുണ്ട്. അത് മീൻസ് അത് ചെയ്യാൻ പാസ്റ്റിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറേ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള എനർജി നിങ്ങളെ മീൻസ് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കുറേ ഇങ്ങനെ ബ്ലോക്കേജസ് സൃഷ്ടിക്കുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ കുറേ പേര് നിങ്ങൾക്ക് സപ്പോർട്ടിനും വരുന്നുണ്ട്, യൂണിവേഴ്സും സപ്പോർട്ടിന് വരുന്നുണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് തരാനും കുറേ പേരുണ്ട്, കുറേ മെൻറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നല്ലത് പറഞ്ഞു തരാനും നിങ്ങൾക്ക് കുറേ പേരുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നില്ല. അതേമാതിരി തന്നെ നിങ്ങൾക്ക് കുറേ റിലേഷൻഷിപ്പിലും നിങ്ങൾക്കെല്ലാം നല്ലത് വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു പേടി, മീൻസ് ആ റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ മീൻസ് പാസ്റ്റിൽ നിങ്ങൾക്കൊരു ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളിപ്പോഴും മീൻസ് അത് പേടിയാണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ വേർഷനായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പേടിയാണ്. അപ്പോൾ ആ ഒരു പേടിയുണ്ടല്ലോ, അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ കൂടിയിട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഏർണിങ്സ് ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ചിലവർ കല്യാണം കഴിഞ്ഞിട്ടും കുറേയൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ജോബ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മീൻസ് കുറേ ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ സ്വയം ഒരു ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു ഇതിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഉള്ള ഒരു എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വിഷുക്കൈ നീട്ടമായിട്ട് തരണത്. മീൻസ് നിങ്ങൾ ആദ്യം എല്ലാം മീൻസ് മറ്റുള്ളവരിൽ നിന്നിട്ട് എക്സ്പെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്താലും മറ്റുള്ളവർ അതേമാതിരി നിങ്ങൾക്ക് തിരിച്ച് തരുന്നില്ലായിരിക്കാം. പക്ഷേ ഇപ്പം നിങ്ങളതും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മീൻസ് നിങ്ങൾക്ക് മനസ്സിലായി ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ, ഓരോരുത്തരുടെ നേച്ചർ. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളെ തന്നെ നിങ്ങളിൽ നിന്നിട്ട് പ്രതീക്ഷിക്കുകയാണ്. മീൻസ് നിങ്ങളെങ്ങനെ നിങ്ങളെ ബെറ്ററാക്കുക, അതാണിപ്പോൾ നിങ്ങൾ ചെയ്യണത്. നിങ്ങളെ ഫിസിക്കലി നിങ്ങളെ മീൻസ് ബെറ്ററാക്കാനുള്ള വഴികളാണ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഫൈനാൻഷ്യലി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് പാസ്റ്റിൽ കുറേയൊക്കെ ഫിസിക്കലി നിങ്ങൾ വീക്കായിട്ടുണ്ടാവുമായിരിക്കാം, അതേമാതിരി തന്നെ മെൻ്റലി വീക്കായിരിക്കാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ മീൻസ് നിങ്ങളെങ്ങനെ നിങ്ങളെ ഫിസിക്കലി മോട്ടിവേറ്റ് ചെയ്യാം,
നിങ്ങളെങ്ങനെ ഫിസിക്കലിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാം, അതേമാതിരി തന്നെ മെൻ്റലി നിങ്ങളെങ്ങനെ മീൻസ് ഇമോഷണലി നിങ്ങളെങ്ങനെ സ്ട്രോങ് ആവാം, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഫയർ എനർജി ഉണ്ടല്ലോ, അത് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു. ആദ്യം നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ തന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ ആദ്യം ചെയ്യണത് നിങ്ങളെങ്ങനെ നിങ്ങളെ നന്നാക്കാം. നിങ്ങളിപ്പോൾ മറ്റുള്ളവരെ നന്നാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനോ ഇപ്പം നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ മീൻസ് മറ്റുള്ളവരെ, ഞാൻ പറഞ്ഞില്ലേ ചിലവരുടെ സ്വഭാവമായിരിക്കാം മറ്റുള്ളവർ. ഇപ്പം സാധാരണ പറയുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ വീട്ടമ്മമാർ അങ്ങനെയാണ്. മീൻസ് മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചിട്ടേ കഴിക്കുള്ളൂ, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം പണ്ടൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചേഞ്ച് ചെയ്യുകയാണ്. ഇല്ല, നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബോഡി ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. എത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ആളായാൽ പോലും നിങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനത്തെയുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോണത്. മീൻസ് ആദ്യം നിങ്ങളെ ശ്രദ്ധിക്കുന്നു. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തിക്കുന്നത്. പിന്നെ കുറേ പേരുടെ ഇവിടെ കാണുന്നുണ്ട്, കുറേ പേരുടെ ജീവിതത്തിൽ മാരേജസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളത് ട്രഡീഷണൽ മാരേജസ് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മീൻസ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ അതിനെ നിങ്ങൾ നിലനിർത്തിയിട്ട് പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള പുതിയതായിട്ടുള്ള കാര്യങ്ങൾ മീൻസ് നിങ്ങളുടെ ട്രഡീഷൻ വിടുക അങ്ങനെയില്ല. ട്രഡീഷൻ നിങ്ങൾ നിലനിർത്തുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അങ്ങനെയാണ്, നിങ്ങളെ വളർത്തിയിരിക്കുന്നത് അങ്ങനെയായിരിക്കാം. പക്ഷേ മുന്നിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പഴയ കാര്യങ്ങൾ മീൻസ് ട്രഡീഷനെ നിലനിർത്തിയിട്ട് പുതിയതിനെയും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്വഭാവം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കുറേയൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ മീൻസ് നിങ്ങളുടെ ട്രഡീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മീൻസ് ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ മീൻസ് എന്താ പറയുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്. അതൊക്കെ വിചാരിച്ചിട്ട് മീൻസ് അത് നിങ്ങളെ മുന്നിൽ പോകാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ അങ്ങനെയല്ല. ആ ട്രഡീഷൻ ആയാലും ശരി, ആ റിലേഷൻഷിപ്പ് ആയാലും ശരി, എന്തൊക്കെയാണെങ്കിലും ശരി, അത് നിങ്ങൾ നിലനിർത്തിയിട്ട് പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മുന്നിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ പുതുവഴിയാണ്. മീൻസ് ആ ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പുതിയതായിട്ടുള്ള ഒരു വഴിയാണ്. അപ്പോൾ അത് നിങ്ങൾ പോവുകയാണ്. മീൻസ് നിങ്ങളിപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ട് ജീവിതത്തിലെ പഴയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പഴയത് ഏതാണോ നിങ്ങളുടെ ജീവിതത്തിനെ ബ്ലോക്കേജസ് വരുത്തുന്നത് അതിനെ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളതിനെ മറികടക്കുകയാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഏതൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് പുതിയ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അതേമാതിരി തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസും കൊണ്ടുവരുന്നു, അതിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഏത് വഴിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രകാശം തരുന്നത് ആ വഴി നിങ്ങൾ തേടി പോവുകയാണ്. അതിൽ നിങ്ങൾ ട്രഡീഷൻ നോക്കുന്നില്ല, റിലേഷൻഷിപ്പ് നോക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം നിങ്ങൾ കൂട്ടിക്കൊണ്ട് നടത്തുന്നുമുണ്ട്. അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിലും ഫിസിക്കലി നിങ്ങളതിനെയൊക്കെ അല്ലെങ്കിൽ പ്രാക്ടിക്കലി നിങ്ങൾ അതിനെയൊക്കെ കുറച്ചൊന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ കൂടിയിട്ടും നിങ്ങളതിനെ കൊണ്ടും പോകുന്നുണ്ട്. പക്ഷേ മുന്നിൽ പോകാൻ നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലോക്കേജസ് വരുത്തുന്നോ അതിനെയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതുണ്ട്. അങ്ങനെയുള്ള ഒരു ധൈര്യം, അങ്ങനെയുള്ള ഒരു എനർജി നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ഇനി നോക്കാം നമ്മൾക്ക് മീൻസ് യൂണിവേഴ്സ് ഇതൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിലും കൂടിയിട്ട് ഇനിയും നിങ്ങളുടെ എനർജി പോസിറ്റീവായിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് തരണത് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ പ്രകാശം പരത്തുക തന്നെ ചെയ്യണത്. നിങ്ങൾ മീൻസ് നിങ്ങളുടെ ട്രഡീഷൻ നിങ്ങൾ നിലനിർത്തുകയാണെങ്കിലും കൂടിയിട്ട് നിങ്ങൾക്കൊരു ഇന്നർ ഫോഴ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് തോന്നുന്നത്. ആ ഒരു ശക്തി, അതിനെ നിങ്ങൾ വരവേൽക്കുകയാണ്. നിങ്ങൾ ആ ശക്തിയെ ശരിക്കും മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എവിടെ പ്രകാശം വരുന്നു അവിടേക്ക് നിങ്ങൾ പോവുകയാണ്. പക്ഷെ
പ്രകാശം പരത്തുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലാണ് പ്രകാശം പരത്തുന്നത്. അത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ട്രഡീഷൻ ഉണ്ട്. ആ ട്രഡീഷനിൽ നിങ്ങളുടെ പഴയ ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാരണവന്മാർക്ക് എന്തൊക്കെ ബ്ലോക്കേജസ് അവർക്കും വരുന്നു, അതിനെ പോലും നിങ്ങൾ മറികടക്കുകയാണ്. മീൻസ് ആ ബ്ലോക്കേജസിനെയും പോലും നിങ്ങളായിട്ട് ക്ലിയർ ചെയ്യുകയാണ്. അവരുടെയും ആത്മാവിൽ കുറേ ബ്ലോക്കേജസ് ഉണ്ടാവുമായിരിക്കും. ആ ആത്മാവും കുറേയൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ അവർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നിൽ പോയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ രീതിയിൽ ജീവിച്ചാൽ അവർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെയും ആത്മാക്കളെ വിഷമിക്കുന്നത് മാതിരിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അവർക്കും ഒരു സന്തോഷം, അവരുടെയും മീൻസ് സന്തോഷത്തിന് എന്താണ് ചെയ്യേണ്ടത് അതും നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ എല്ലാ ബ്ലോക്കേജസും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. സോ ഫ്രണ്ട്സ്, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, ഈ സെക്കൻഡ് പൈ റോസ് കോട്ട്സ് ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് വിഷ്കൈ നീട്ടമായിട്ട് യൂണിവേഴ്സ് എന്താണ് തരണത് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വിഷ്കൈ നീട്ടമാണ് പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരണത് എന്ന് നോക്കാം. ഓക്കെ, പ്രപഞ്ചം എന്ത് വിഷ്കൈ നീട്ടമാണ് ഈ വിഷുവിന് നിങ്ങൾക്ക് തരണം. സി 10 ഓഫ് പെൻറ്റക്കിൾസ്. സി ഹാപ്പിനെസ്. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യണത്. നിങ്ങൾ റിലേഷൻഷിപ്പിനെയാണ് കൂടുതലും മീൻസ് കൺസിഡർ ചെയ്യണത് ആക്ച്വലി. ഓക്കെ, സോ ഇവിടെ എന്താ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അതേമാതിരി തന്നെ ആ റിലേഷൻഷിപ്പിനെ നിങ്ങൾ വരവേൽക്കുന്നുണ്ട്. മീൻസ് അത് കുറേ ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ റിലേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ആ റിലേഷൻഷിപ്പൊക്കെ മീൻസ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സന്തോഷം തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ കുറേ മീൻസ് നിങ്ങളുടെ മൈൻഡാണ് കൂടുതലും നിങ്ങൾക്ക് ഇവിടെ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിക്കുന്നത്. അപ്പോൾ ആ മൈൻഡിനെ നിങ്ങൾ സറണ്ടർ ചെയ്യണം ഈശ്വരനിലേക്ക്. മീൻസ് ഞാൻ എന്തൊക്കെ വിചാരിച്ചാലും ശരി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ വിചാരിച്ചാലും ശരി, അത് എൻ്റെ രീതി നോക്കും. നമ്മളുടെ ഈ യൂണിവേഴ്സ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ലെങ്കിൽ നമ്മൾ ആശിക്കുന്ന മാതിരി എപ്പോഴും നടക്കണം എന്നില്ല. അപ്പം നിങ്ങളുടെ മൈൻഡിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഒരു വിഷയം അതിനെ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാനോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ വന്ന വഴി നമ്മളിങ്ങനെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത്, എന്താണോ നമ്മൾ ആ സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാമെന്നല്ല ഞാൻ പറയണത്. ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ സിറ്റുവേഷനെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് സ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി ലൈഫ്. അപ്പം നിങ്ങൾ കൂടുതലും ആശിക്കുന്ന നിങ്ങളുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ കാണുന്നത് അങ്ങനെയൊക്കെയാണ്. അതിനെയൊക്കെ നിങ്ങൾ ഏത് വിധത്തിൽ നന്നായി കൊണ്ടുപോകാം, അതാണ് നിങ്ങൾ ആശിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആയാലും ശരി, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും ശരി, നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടല്ലോ, അതിനെയൊക്കെ എങ്ങനെയൊക്കെയാണോ കൊണ്ടുപോവുക, അല്ലെങ്കിൽ പഴയ റിലേഷൻഷിപ്പ് ആയാലും ശരി, അതിനെയൊക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോവുക. അപ്പോൾ അതിലേക്കുള്ള ഒരു കൺട്രോളിങ് നിങ്ങൾ എല്ലാവർക്കും എല്ലാ റിലേഷൻഷിപ്പും നന്നായി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമ്മൾക്ക് അതേമാതിരി തന്നെ ഒന്നില്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും ആശിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതലും ബ്ലോക്കേജസ് കൊണ്ടുവരുന്നത് നമ്മളുടെ റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ആ ബ്ലോക്കേജസും നിങ്ങൾ മാറ്റിയെടുക്കുകയാണ്. നിങ്ങളെല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യണു എന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ ആരൊക്കെ നിങ്ങളുടെ രീതിയിൽ സാറ്റിസ്ഫൈ ആവുന്നോ അവരെ നിങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ആരെ നിങ്ങളിൽ നിന്ന് സാറ്റിസ്ഫൈ അല്ലാതാവുന്നോ അവർ നിങ്ങളെ മാറ്റി നിർത്തുന്നില്ല, പക്ഷേ
അവരെയും നിങ്ങൾ അവരുടെ രീതിയിലും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നിങ്ങളുടെ രീതിയിലേക്ക് അവരെ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ. മീൻസ് നിങ്ങൾ ഫൈനാൻഷ്യലി ആയാലും ശരി, അതേമാതിരി തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പ് ആയാലും ശരി, നിങ്ങൾ ഒരു ബാലൻസിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾ ബുദ്ധിപൂർവമായിട്ടാണ് കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിഷ് കൈ നീട്ടമായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണം. മീൻസ് നിങ്ങൾ എല്ലാം കൊണ്ടുപോകണം. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നന്നായി കൊണ്ടുപോകണം, നിങ്ങൾ റിലേഷൻഷിപ്പ് നന്നായി കൊണ്ടുപോകണം, നിങ്ങൾ ഓൾഡ് റിലേഷൻ നന്നായി കൊണ്ടുപോകണം, അതേമാതിരി തന്നെ നിങ്ങളുടെ ന്യൂ റിലേഷൻ എല്ലാം കൊണ്ടുപോകണം. ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ലൈഫാണ്. ഫാമിലിയെ സെക്യൂർ ആക്കണം, ഫാമിലിക്ക് സേഫ്റ്റി കൊടുക്കണം. അതേമാതിരി തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള റിലേഷൻഷിപ്പിലും എങ്ങനെയൊക്കെ കൊണ്ടുവരണോ അതൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ നിങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മീൻസ് ഒരു മീൻസ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിനെ നിങ്ങൾ എല്ലാവരെയും മനസ്സിലാക്കിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരെയും അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. വേണ്ടവരെ മീൻസ് നിങ്ങളൊക്കെ ബ്ലോക്കേജ് വരുത്തുന്നവരെ നിങ്ങൾ മീൻസ് അവരെയും നിങ്ങൾ ഒരു മീൻസ് എന്താ പറയുക, നിങ്ങൾ ഒരു ബുദ്ധിപൂർവം അവരെയും കൂട്ടി നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. മീൻസ് നിങ്ങളുടെ ലൈഫിലേക്ക്. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. മീൻസ് നിങ്ങളുടെ കരിയറിലായാലും ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സറണ്ടർ ചെയ്യണം. നിങ്ങൾ അങ്ങനെ സറണ്ടർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മീൻസ് എന്നെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ആയാലും ശരി, അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാണ്. ഓക്കെ, ഇനി ഇത് എന്നെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങളെ സറണ്ടർ ചെയ്യാണ്, ഈശ്വരനിലേക്ക് സറണ്ടർ ചെയ്യാണ്. അവരെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിപ്പിക്കൂ. അപ്പോൾ യൂണിവേഴ്സ് എപ്പോഴും നമ്മൾക്ക് ഒരു മീൻസ് ഒരു ചാൻസ് തരും. അല്ലെങ്കിൽ നമ്മൾക്ക് എന്നും നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ പിന്നാലെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ശരിയാണോ അല്ലേ എന്നുള്ളത് നമ്മളെക്കാട്ടിലും കൂടുതൽ അറിയണത് ഈശ്വരനായിരിക്കും, യൂണിവേഴ്സാണ്. അപ്പോൾ യൂണിവേഴ്സ് ആ നമ്മൾ പിന്നെയും പോവുകയാണ്. നമ്മൾക്ക് എന്നും മീൻസ് ആ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ബാക്ക് സ്റ്റാബിങ് ആണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇതാണ് കിട്ടുന്ന വൈബാണ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ പോയി എന്ന് പറഞ്ഞാൽ പിന്നെയും യൂണിവേഴ്സ് നമ്മൾക്ക് അതേ തരുള്ളൂ. മീൻസ് ഇനിയും നമ്മൾ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സറണ്ടർ ചെയ്യുക. അതേ നമ്മൾക്ക് വഴിയുള്ളൂ. ഒന്നില്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാനുള്ള ശക്തി നമ്മൾക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ പറയില്ലേ യൂണിവേഴ്സ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് വരെ അത് യൂണിവേഴ്സ് മീൻസ് അത് യൂണിവേഴ്സും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾക്ക് എന്താണ് നല്ലത് അതേ യൂണിവേഴ്സ് തരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും ആ നെഗറ്റീവ് എക്സ്പീരിയൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ നെഗറ്റീവ് എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മീൻസ് ഫിസിക്കലിയും മെൻ്റലിയും സ്പിരിച്വലി എല്ലാ വിധത്തിലും നമ്മൾ വീക്കാവുമ്പോൾ നമ്മളത് സറണ്ടർ ചെയ്തേ പറ്റൂ. യൂണിവേഴ്സിന് മനസ്സിലാക്കിപ്പിക്കുന്നത് വരെ യൂണിവേഴ്സ് നമ്മളെ മീൻസ് നമ്മൾ യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് സറണ്ടർ ചെയ്യുന്നത് വരെ യൂണിവേഴ്സ് നമ്മളെ മീൻസ് പോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല, അതെന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല, ആ റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല, അത് നിനക്ക് ശരിയല്ല എന്നുള്ളത്. അതേമാതിരി തന്നെ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ജോബ് അല്ലെങ്കിൽ ആ കരിയർ എന്തായാലും ശരി, അത് നമ്മൾക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സറണ്ടർ ചെയ്തേ പറ്റൂ. അത് ആ സറണ്ടർ ചെയ്യുന്നത് വരെ ഈശ്വരൻ നമ്മൾക്കൊരു ഇത് ചെയ്തുതരും. പിന്നെ ഈശ്വരൻ നമുക്കൊരു വഴി കാണിച്ചു തരും. അതാണ് അഡ്ജസ്റ്റൻറ്റ് പോസിബിലിറ്റീസ്. ആ പോസിബിലിറ്റീസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ആ പോസിബിലിറ്റീസിനെ നമ്മൾ അറിയണം. ആ എനർജി ഉണ്ടല്ലോ, ആ പോസിബിലിറ്റീസ് ഉള്ള ഒരു എനർജി നോക്കൂ. ഇവിടെയും 1 5 6 ആണ് വരുന്നത്, ഇവിടെയും 2 4 6 ആണ് വരുന്നത്. മീൻസ് സിക്സ്ത് സെൻസ് ഉണ്ടല്ലോ നമ്മളുടെ, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾക്ക് എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ ഏത് കരിയറിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഏത് റിലേഷൻഷിപ്പിലാണ് നമ്മളുടെ ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് തരിക. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താലേ നമ്മളുടെ ജീവിതവും നമ്മളുടെ മീൻസ് സറൗണ്ടിങ്സും നമ്മളുടെ ലൈഫും മീൻസ് നമ്മൾക്ക് സമാധാനവും നമ്മൾക്ക് സന്തോഷവും തരുള്ളൂ. അപ്പോൾ ആ ഒരു എനർജി
അത് നിങ്ങൾക്ക് ഈ വിഷ് കൈ നീട്ടമായിട്ട് പ്രപഞ്ചം തരുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ എനർജി ഉണ്ടല്ലോ, അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ആ എനർജിയിലേക്ക് സ്വയം കൊണ്ടുപോവുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണ ഒരു വിഷ് കൈ നീട്ടം. മീൻസ് നിങ്ങളുടെ സോൾ എക്സ്പാൻഷൻ മീൻസ് എന്താണ്? അത് നമ്മളെ കൂടുതൽ മനസ്സിലാക്കുക, നമ്മളുടെ എനർജി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പോണത്. അപ്പം എന്താണെന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുമ്പോഴേ നമുക്കൊരു ഈശ്വരനെ നമ്മൾക്ക് അപ്രിസിയേഷൻ തരുള്ളൂ. ആ ഈശ്വരൻ മറ്റുള്ളവരാൽ നമ്മൾക്ക് ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുള്ളൂ. അതെപ്പോഴാണ് നമുക്ക് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ നമ്മളെ ആദ്യം നമ്മളെ അക്സെപ്റ്റ് ചെയ്താലേ മറ്റുള്ളവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളെ മീൻസ് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മീൻസ് മെറ്റീരിയൽ ലൈഫായിട്ടും റിലേഷൻഷിപ്പായിട്ടും നിങ്ങളുടെ കരിയറായിട്ടും നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു മീൻസ് ഒരു ലൈഫാണ് നിങ്ങൾക്ക് ഈ വിഷ് കൈ നീട്ടമായിട്ട് കിട്ടുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് എപ്പം നമ്മളെ ഈശ്വരനിൽ സറണ്ടർ ചെയ്യുന്നു, അപ്പോഴാണ് നമ്മൾക്ക് ഈശ്വരൻ ഗൈഡായിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഗൈഡ്, അങ്ങനെ ഒരു മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രകാശം അല്ലെങ്കിൽ നമ്മൾക്കൊരു അറിവ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബോധോദയം, അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് മീൻസ് നമ്മളുടെ ജീവിതത്തിനെ അല്ലെങ്കിൽ നമ്മളിലേക്ക് കമ്മിറ്റ്മെൻറ്റ് എന്താണോ അത് നമ്മളാദ്യം ചെയ്യുക, നമ്മളാദ്യം നമ്മളെ കമ്മിറ്റഡ് ആക്കുക. മീൻസ് നമ്മളെ ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് എന്താണോ നല്ലത്, നമ്മൾക്ക് എന്താണ് ചീത്ത, അതെല്ലാം വേർതിരിച്ചിട്ട് നമ്മളുടെ ഷാഡോ വർക്ക് ചെയ്യുക. അതേമാതിരി തന്നെ നമ്മളുടെ മീൻസ് നെഗറ്റിവിറ്റീസ് എന്താണോ അതിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ പോസിറ്റീവ് സൈഡിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. അതാണ് ഈശ്വരൻ നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി. അതാണ് ഈ വിഷ് കൈ നീട്ടമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.